പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിന് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിന്റെ ദൈവം സഹായിച്ചു. ദൈവവചന പഠനത്തിന് വേണ്ടി വളരെ ഉത്സാഹത്തോടെ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസനെയും വളരെ സ്നേഹത്തോടെ ദൈവ കൃപയിൽ ആശ്രയിച്ച് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ വിഷയം ഇവാഞ്ചലിസം ആൻഡ് ഡിസിപ്ലിൻഷിപ്പ് ആണല്ലോ. തുടർമാനമായി നമ്മൾ ആ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് നമ്മളോട് ശക്തമായി ഇടപെടുവാൻ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ നാം എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി കർത്താവിന്റെ ദാസനെ വഹിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം 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 സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയായി ദൈവമേ, അനുഗ്രഹവും മനോഹരവുമായി നല്ല രാത്രിയുടെ സമയത്തിനായി അടിയങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പരിശുദ്ധനെ ഞങ്ങളുടെ കർത്താവെ, അഗാപ്പ ഓൺലൈൻ ബൈബിൾ കോളേജിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത്രത്തോളം ഞങ്ങളുടെ ബൈബിൾ കോളേജിനെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ചുള്ള കർത്താവെ. പാഷായി സാറിനായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കൊടുത്ത നല്ല ദർശനങ്ങൾക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ ലാൽ സാറിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിന്നെയും കർത്താവെ, മേലായ കൃപകളെ കൊണ്ട് ദൈവം നിറയ്ക്കണമേ. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കർത്താവെ ഞങ്ങൾക്ക് ഹല്ലേലൂയ ക്ലാസ്സിൽ എടുത്തിരുന്ന എല്ലാ സാർമാർക്കായി സ്തോത്രം കർത്താവെ. അപ്പൊ ഇന്ന് ഹല്ലേലൂയ ഞങ്ങൾക്ക് ക്ലാസ് പഠിപ്പിച്ചു തരുന്ന ജോർജ് വർഗീസ് സാറിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ കർത്താവെ, അത് തിരുവചനം അതിന്റെ അധികാരതയോടെ തന്നെ കർത്താവെ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പ്രത്യേക കർത്താവെ പ്രത്യേക അഭിഷേകം കൊണ്ട് ദൈവം നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ തിരുവചനം കേട്ട് കർത്താവിന്റെ വയൽപ്രദേശത്ത് ഹല്ലേലൂയ ധാരാളം ഞങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ കർത്താവെ ഹല്ലേലൂയ വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ചുകൊണ്ട് കർത്താവിന് കൊള്ളാകുന്ന വേലക്കാരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. ഇതിന്റെ മുൻനിരയിലും പിൻനിരയിലൊക്കെ നിന്ന് അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് സമർപ്പിക്കുന്നു കർത്താവ്. എല്ലാവരും അനുഗ്രഹിക്കണം കർത്താവ്. പ്രാർത്ഥിയാചിനും കേട്ടായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു സിസ്റ്റർ ഷീല ബാബു. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാവിലെയും ഇവിടെ രാവിലെ സമയമാണ്, രാവിലെ 9:30 നിങ്ങൾ എവിടെ ആയിരുന്നാൽ തന്നെയും നിങ്ങളെ എല്ലാവരും ഒരു സമയത്ത് നേരിട്ട് ഒരു സെഷനെങ്കിലും എല്ലാവരുടെയും മുഖം ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നീടാകട്ടെ പാസ്റ്റർ ലാലു ജേക്കബിനും പാസ്റ്റർ ഷാജി കെ ഡാനിയൽ കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി കരയേറ്റുന്നു. നിങ്ങൾക്ക് സ്നേഹവന്ദനം. നമ്മൾ തുടരെ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം നമ്മുടെ സുവിശേഷീകരണത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച പഠിച്ച വിഷയങ്ങൾ അതിൻ്റെ 2-3 സ്ലൈഡ് റെപ്പറ്റീഷൻ ആയിരിക്കും, ഒരു റിവ്യൂ. ദൈവമക്കൾക്കുള്ള ന്യായവിധി എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നാം കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. 2 ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ന്യായാസനം, ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പറഞ്ഞിരിക്കുന്നത്, അഥവാ ബീമ എന്ന ഗ്രീക്ക് വാക്കിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. പിന്നീട് ക്രിസ്തുവിൻ്റെ വെള്ളസിംഹാസനം എന്ന് പറയുന്നത് അവിശ്വാസികൾക്ക് വേണ്ടി ഉള്ളതാണ്. ഇത് രണ്ടും 2 സമയത്ത് നടക്കുന്നതായ സംഗതിയാണ്. റോമർ 8:1 അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാവിധിയില്ല എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വെള്ളസിംഹാസനവുമായിട്ടുള്ള ബന്ധത്തിലുള്ള അവിശ്വാസികൾക്ക് വേണ്ടിയുള്ളതായ ശിക്ഷാവിധിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ 2-3 പോയിന്റ് ജസ്റ്റ് ഹൈലൈറ്റ് മാത്രം ഞാൻ പറയുന്നുള്ളൂ. ദൈവമക്കൾ സഹവിശ്വാസികളെ തരം താഴ്ത്തി ഇടപെടരുത്, അതിന് ന്യായവിധിയുണ്ട്. 2, കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ദൈവമക്കളുടെ പ്രവൃത്തികൾ, നമ്മുടെ പ്രവൃത്തികളെ ന്യായം വിധിക്കുന്ന ഒരു സമയമുണ്ട്. 3, നാം പറയുന്ന നിസ്സാര വാക്കുകൾക്ക് പോലും ദൈവസന്നിധിയിൽ ന്യായവിധി ഉണ്ടെന്ന് കർത്താവ് പഠിപ്പിച്ചു. എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചു. നമ്മുടെ വാക്കുകൾ എപ്പോഴും വിശുദ്ധവും
കൃപയുള്ളവരുമായിരിക്കണം. കേൾവിക്കാർക്കും നമ്മൾക്ക് ഉത്തേജനം നൽകുന്നതായിരിക്കണം, കേൾവിക്കാർക്ക് അനുഗ്രഹമായി തീരണം. ഇന്ന് കഴിഞ്ഞ ആഴ്ച പറയാത്ത പോയിന്റാണ്, നമ്മുടെ ഹൃദയങ്ങളിലെ ഉദ്ദേശശുദ്ധിയെ ന്യായം വിധിക്കുന്ന ഒരു സമയമുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഹിഡൻ മോട്ടീവ്സ്. റോമർ 2:16 പറഞ്ഞിരിക്കുന്നത്, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ഇത് ആ ക്രിസ്തുവിന്റെ സിംഹാസനവുമായിട്ട് അവന്റെ സന്നിധിയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് ദൈവം ജഡ്ജ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കർത്താവ് പഠിപ്പിച്ച ഒരു ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത്, അഞ്ചാമതായിട്ട്, നാം മറ്റുള്ളവരെ വിധിക്കുന്ന അതേ അളവിൽ നമ്മെയും ദൈവം വിധിക്കും. നമ്മൾ ഒരു പരിധി വരെ എല്ലാവരും മറ്റുള്ളവരെ വിധിക്കാൻ തക്കൊണ്ട് വളരെ മിടുക്കരാണ്. ചില ആൾക്കാർക്ക് അതിന് പ്രത്യേക താല്പര്യമുള്ള ആളുകളുണ്ട്, അവർക്ക് വിധി മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് നിലയിൽ മറ്റുള്ളവരെ വിധിക്കുന്നോ അതേ ക്രൈറ്റീരിയ, അതേ മാനദണ്ഡം തന്നെയാണ് ദൈവം നമ്മളെ വിധിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. പല ആളുകൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്, ഞാൻ ആരും വിധിക്കത്തില്ല. കർത്താവ് പറഞ്ഞിട്ടില്ല ആരും വിധിക്കരുതെന്ന്. ടീച്ചേഴ്സ് ആണെങ്കിൽ മറ്റുള്ളവരെ, സ്റ്റുഡൻസിനെ വിധിക്കാറുണ്ട്. പോലീസുകാർ മറ്റുള്ളവരെ വിധിക്കാറുണ്ട്. അങ്ങനെ ആരും വിധിക്കത്തില്ലെങ്കിൽ നമ്മളാരും കംപ്ലീറ്റ് നിശബ്ദ പാലിക്കട്ടെ. അങ്ങനെയല്ല കർത്താവ് പറഞ്ഞത്. ജഡ്ജ് നോട്ട് ദാറ്റ് യു ബി നോട്ട് ജഡ്ജ്ഡ്. അതിൻ്റെ മലയാളത്തിൽ ഞാൻ ആഡ് ചെയ്തൊരു വാക്കാണ്. അത് ഇംഗ്ലീഷിൽ, അത് മൂലഭാഷയിലും, ഫോർ വിത്ത് വാട്ട് ജഡ്ജ്മെന്റ് യു ജഡ്ജ്. ആ വിധിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നതായ സന്ദർഭത്തിൽ നമ്മൾ മറന്നു കളയരുത്. എപ്പോഴും നമ്മൾക്ക് ബോധവാന്മാരായിരിക്കണം. നമ്മൾക്കും തിരിച്ച് ഒരു ന്യായവിധിയുണ്ട്. നമ്മൾ പറയുന്നതും നമ്മൾ ഇടപെടുന്നതുമായ കാര്യങ്ങൾ അനുസരിച്ച് ദൈവം നമ്മളെ വിധിക്കുമെന്നുള്ളത്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് പഠിപ്പിച്ചതായ സംഗതി. എന്നാൽ സ്വന്തം കണ്ണിലെ, ന്യായവിധിയുമായിട്ട് ബന്ധമുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് എടുക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നിൽക്കൂ, നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? ഇതാണ് പല ആൾക്കാരും ചെയ്യുന്നത്. ഈ കോലിനും കരടിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? നിങ്ങളാരും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സാധാരണ നമ്മുടെ കണ്ണിൽ എങ്ങനെ വലിയ കോലെടുത്ത് വെക്കുന്നത്? ഞാനിത് പഠിക്കുന്ന വേളയിൽ ഈ കോലും കരടിനും ഒരേ വലിപ്പമാണ്. അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ചിരിക്കും. ഈ കരട് നമ്മുടെ കണ്ണിലിരിക്കുന്ന സന്ദർഭത്തിൽ വലിയ കോലായിട്ട് തോന്നും. മറ്റുള്ള സഹോദരന്റെ കണ്ണിൽ ഇരിക്കുന്ന സന്ദർഭം അതേ കരട് നമ്മുടെ കണ്ണിൽ ഇരിക്കുമ്പോൾ അത് കോലായിട്ട് തോന്നും, പക്ഷെ സഹോദരന്റെ കണ്ണിൽ അത് കരടാണെന്ന് തോന്നിപ്പോകും. കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതേ പ്രശ്നം തന്നെയാണ് നിനക്കുള്ളത്. നിന്റെ കണ്ണിലെ കോലിരിക്കെ നീ സഹോദരനോട് അല്ലെങ്കിൽ നിൽക്കൂ, നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? അഞ്ചാമത്തെ വാക്യത്തിൽ അവർക്ക് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോടെ, ആ ശുശ്രൂഷ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സഭാമണ്ഡലത്തിലുണ്ട്, അല്ലാത്തവർക്കുണ്ട്. അവരെ കർത്താവ് വിളിക്കുന്നത് കപടഭക്തിക്കാരാ. നമ്മൾക്ക് ആ ഒരു ജഡ്ജ്മെന്റ് കർത്താവിൽ നിന്ന് കേൾക്കുവാൻ കണ്ടുവിടരുത്. മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയുവാൻ വെടിപ്പായി കാണും. അതായത് നമ്മളുടെ കണ്ണിൽ നിന്ന് ആ കരടെടുത്ത് മാറ്റി കഴിഞ്ഞാൽ എല്ലാം കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ആ കരട് വെച്ചുകൊണ്ട്, ആ കരട് നമ്മുടെ കണ്ണിൽ എടുത്ത്, അല്ലെങ്കിൽ ആ കോല് നമ്മുടെ കണ്ണിൽ ഇരിക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കർത്താവ് വളരെ കർക്കശമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രവൃത്തികളെ പറഞ്ഞിരിക്കുന്ന തീയിൽ കൂടെ ശോധന ചെയ്തിട്ടാണ് പ്രതിഫലം തരുന്നത്. ഇത് ദൈവമക്കൾക്കും പാസ്റ്റേഴ്സിനും അല്ലാതെ എല്ലാവർക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കഴിയില്ല. ഇത് സഭയുടെ പ്രവർത്തനം, ദൈവത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, ഒരു ഗ്രൂപ്പാണ്.
പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. ഇതൊക്കെ വളരെ ക്വാണ്ടിറ്റി, അതിൻ്റെ അളവ് വളരെ ചെറുതാണ്. എന്നാൽ അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് മരം, പുല്ല്, വൈക്കോൽ, വലിയതായിട്ട് തോന്നും. പക്ഷേ അവൻ്റെ പ്രവൃത്തിയെ വെളിപ്പെട്ടു വരും. എങ്ങനെ? ആ ദിവസം അതിനെ വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്ന ഈ വേളയിൽ എങ്ങനെയാണ് കർത്താവ് ചെയ്യുന്നതെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. തീയിൽ കൂടെ നമ്മുടെ ശുശ്രൂഷകൾ, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യുന്ന ആയിട്ടാണ് അതിൻ്റെ റിയലായിട്ട് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് ഏതാണെന്നും അതല്ലാത്തത് എന്താണെന്നും. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലെന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ഇട്ടിരിക്കുന്ന പണിയുന്നതാണ് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലെന്ന് പറയുന്നത്. നമ്മൾ ഓരോ കർത്താവിന് വേണ്ടി വലിയ 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 കാര്യങ്ങൾ സാധിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടോണ്ട് ടി വിയിൽ ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ ജഡ്ജ് ചെയ്യാനായിട്ട് പോകണ്ട. നമ്മൾ ഒന്ന് ഓർത്തിരുത്തേണ്ടാൽ മതി. ഒരു സമയത്ത് ഏതാണ് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നന്ന് വെളിപ്പെട്ടു വരും. ഇതെല്ലാ ദൈവമക്കളോടും അന്ന് എല്ലാ ദൈവമക്കളുടെയും മുന്നിൽ വെച്ചായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോരുത്തരും പ്രൈവറ്റായിട്ട് മുറിയിൽ വെച്ച് നടത്തുന്നതല്ല. കാരണം നമ്മൾ കർത്താവിൻ്റെ സന്നിധി നിൽക്കുന്ന വേളയിൽ അതാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞത്, അവൻ്റെ സന്നിധിയിൽ ലജ്ജിക്കാനിടവരരുതെന്ന്. അവിടെ വെച്ച് അനേക ആളുകൾ ലജ്ജിക്കേണ്ടി വരും. അനേക ആളുകൾ അവരുടെ മിനിസ്ട്രി അതാണ് ഇതാണെന്ന് പറഞ്ഞൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന അത് നല്ലത് തന്നെ. എന്നാൽ അത് ക്രിസ്തുവിൻ്റെ മാനദണ്ഡത്തിന് അടിസ്ഥാനമാണോ അല്ലയോ എന്ന് ശോധന ചെയ്താൽ മാത്രം മതി. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവൻ പ്രതിഫലം കിട്ടും. അപ്പോൾ പണിത പ്രവൃത്തി നിലനിൽക്കണമെങ്കിൽ അത് പൊന്നിൻ്റെ ക്വാളിറ്റി ആയിരിക്കണം, വെള്ളിയുടെ ക്വാളിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ വിലയേറിയ കല്ലിൻ്റെ ക്വാളിറ്റി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് പ്രതിഫലം കിട്ടും. മരവും പുല്ലും വൈക്കോലും ആണെങ്കിൽ അത് കത്തിപ്പോയി, അതിന് പ്രതിഫലം കിട്ടത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും എന്ന് പറഞ്ഞാൽ നഷ്ടം വരും, താനോ രക്ഷിക്കപ്പെടും. അവിടെ വെച്ച് കർത്താവ് അവനെ നാശത്തിലേക്ക് നയിക്കുമെന്നല്ല പറഞ്ഞേക്കുന്നത്, അവൻ രക്ഷിക്കപ്പെടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയേറിയതായുള്ള ഒരു പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം ദൈവത്തിന് പ്രസാദകരവും ദൈവത്തിന് അംഗീകരിക്കാവുന്നതുമായിരിക്കണം. പിന്നീട് നമുക്ക് ഈ ഇതുമായിട്ട് ബന്ധത്തിൽ, ഈ ക്ലാസ്സുമായിട്ട് ബന്ധത്തിൽ ഈ ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നവർക്ക് അവർക്ക് തേജസ്സേറിയ പ്രതിഫലം ലഭിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ദാനിയേൽ പ്രവചനം 12:3 പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാക്കളെ കർത്താവിലേക്ക് നേടുന്ന ആൾക്കാർ ബുദ്ധിമാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതാ ബുദ്ധിമാൻ എന്ന് പറഞ്ഞേക്കുന്നത്. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് അല്ലെങ്കിൽ രക്ഷയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നുവെന്നേക്കും പ്രകാശിക്കും. സദൃശ്യവാക്യങ്ങൾ 12:30 പറഞ്ഞ് ആത്മാക്കളെ നേടുന്നവൻ ജ്ഞാനിയാകുന്നു, അഥവാ അവനാണ് ബുദ്ധിമാൻ. നമ്മൾ ആത്മാക്കളെ നേടുന്നതെന്ന് പറഞ്ഞാൽ വലിയ ഒരു പ്രതിഫലമുള്ളതാണ്. ഹീ ഹൂ വിൻസ് സോൾസ്. നമ്മുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും എല്ലാ താല്പര്യങ്ങളും നമ്മുടെ ദർശനമെല്ലാം മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കുക എന്നുള്ളതായിരിക്കണം. അതാണ് ഈ ഇവാഞ്ചലിസം കോഴ്സിൻ്റെതായ ഉദ്ദേശം. കർത്താവ് എന്നെ വേറൊരാളെ കർത്താവിലേക്ക് നയിക്കുവാൻ കൊണ്ടും അവിടെ തന്നെ ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണം. ഇനി ഈ വിശേഷിച്ച് വിറ്റ്നസ്സിങ് ചെയ്യുന്ന ആൾക്കാർ, സോൾ വിന്നിങ് ചെയ്യുന്ന ആൾക്കാരോട് പ്രത്യേക ഒരു താല്പര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ചെറുപ്പക്കാരന്, അവന് 22-23 വയസ്സ് പ്രായമുള്ള ഗുജറാത്തിൽ ജനിച്ചുള്ള ഗുജറാത്തുകാരനാണ്. ഞങ്ങൾ വളരെ അടുത്ത സ്നേഹിതരാണ്. അവൻ വലിയ നല്ല ആത്മീയ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അവന് ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഒരു ദർശനം കണ്ട് എനിക്കറിയാവുന്ന ഒരാൾ ഇങ്ങനെ വളരെ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു ദർശനം കണ്ടു. ഞാൻ ഉടനെ തന്നെ അയാളുടെ നമ്പർ വാങ്ങിച്ച് അയാളെ വിളിച്ചു. അയാൾക്ക് പറഞ്ഞു, ഇന്ന നിലയിൽ നീ കടന്നു പോകുന്നതാണ് എന്ന് ഞാൻ കർത്താവിൻ്റെ ദർശനത്തെ കാണിച്ചെന്ന് പറഞ്ഞു. അയാളുമായിട്ട് സംസാരിച്ച് അയാളെ യേശുക്രിസ്തുവിലുള്ള രക്ഷയിലേക്ക് അയാൾ നയിച്ചെന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷം തോന്നി.
ചെറുപ്പക്കാർക്ക് 10, 23 വയസ്സ് കോളേജിൽ നിന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ഒരാളാണ്. വളരെ ആ ചെറുപ്പക്കാരന് താല്പര്യമുള്ളത്. നമുക്ക് എല്ലാവർക്കും അതുപോലുള്ളതായ താല്പര്യം വളരെയധികമായിട്ടുണ്ടാകണം. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾക്ക് കിട്ടുന്നതായ വലിയൊരു പ്രതിഫലമുണ്ട്, തേജസ് ഏറിയ പ്രതിഫലം. ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ എന്നേക്കുമായിട്ട് നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്നതായ ഒരു പ്രതിഫലമാണ് നമുക്കുള്ളത്. നമ്മുടെ വിശ്വസ്തതയ്ക്ക് അനുയുക്തമായ പ്രതിഫലം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. Our rewards will be commensurate to our faithfulness towards him. ഈ നമ്മൾ സാധാരണ വിശേഷിച്ച് പാസ്റ്റേഴ്സ് ഈ പ്രാർത്ഥിക്കുന്ന വീടുകളിൽ മറ്റും പ്രാർത്ഥിക്കുന്ന നല്ലവനും വിശ്വസ്തനുമായുള്ള ദാസനെ എന്നുള്ളതായ അതിന് യോഗ്യരാക്കണമെന്ന്, അതൊരു ഭാഗികമായൊരു പ്രാർത്ഥനയാണ്. അതിന് പകരമായിട്ട് അതിൻ്റെ ആ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് അതിന് യോഗ്യത ഉണ്ടാകണം. എന്തുണ്ടാകണം? അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ അധികത്തിൽ വിചാരമാകും. ഏൽപ്പിച്ചതായ ചെറിയ കാര്യങ്ങൾക്ക് പോലും നാം വിശ്വസ്തത പാലിക്കുന്നില്ല എങ്കിൽ കർത്താവിൽ നിന്ന് ആ കമൻറ്റേഷൻ കിട്ടുകയില്ല. അപ്പോൾ ആ ഒരു കമൻറ്റേഷന് മലയാളം ആ ഒരു പ്രഖ്യാപനത്തിന് കർത്താവിൽ നിന്ന് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? അല്പത്തിൽ വിശ്വസ്തനായിരുന്നു. കർത്താവ് എന്നെ ഏൽപ്പിച്ചതായ അല്പകാര്യങ്ങൾക്ക് പോലും, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ വിശ്വസ്ത പാലിക്കുവാൻ തക്കണം എന്നെ ഇടയാക്കുമാറാകണമേ. കാരണം നമുക്ക് അധികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിചാരകനാക്കുവാൻ തക്കണം കഴിയും. എനിക്കറിയാം, ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ ഇവിടെ വന്നായ വേളയിൽ വലിയ സമൃദ്ധമായ രാജ്യമാണ്. എനിക്ക് ഒരാൾ കാർ വാങ്ങിച്ചു തന്നില്ല, എനിക്കൊരു 3 സ്പീഡ് ബൈസൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. ആ സൈക്കിളിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. അമേരിക്ക വന്ന് സൈക്കിൾ ഓടിച്ചു നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ലജ്ജയായത്. ഇവിടെ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം വളരെ അധികമായിട്ട് ഫാസ്റ്റ് സ്പീഡിൽ പോകുന്ന വഴികളിൽ എല്ലായിടത്തും ഒന്നും സൈക്കിളിൽ പോകാനുള്ളതായ പാത്തില്ല. ഞാൻ വിചാരിച്ചു കർത്താവ് എന്നെ ഏൽപ്പിക്കുന്ന ഈ സൈക്കിൾ ഉപയോഗിച്ച് ഞാൻ കർത്താവിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമെന്ന്. അനേകരുടെ സുവിശേഷം പറയുവാൻ തക്കണം കർത്താവ് ആ സൈക്കിൾ മുഖാന്തരം എനിക്കിടയാക്കി. കാരണം ആ അല്പമായിട്ടുള്ള കാര്യം കർത്താവ് എന്നെ ഏൽപ്പിച്ചു എന്ന് എനിക്കറിയാം. പിന്നീട് കർത്താവ് എന്നെ വേറെ നന്മകളാൽ എന്നെ അനുഗ്രഹിക്കുവാൻ തക്കണിടയായി. ദൈവജനങ്ങൾക്ക് അവരുടെ ജയജീവിതത്തിന് ലഭിക്കുന്ന പ്രതിഫലമാണ് വാടാത്ത കിരീടം എന്നുള്ളത്. ഓക്കെ, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഈ ഉദാഹരണം പറയുമ്പോൾ ഒളിമ്പിക്സിന്റെ ഉദ്ദേശമാണ് പറയുന്നത്. നിങ്ങളും പ്രാപിപ്പാൻ തക്കണം ഓടുവിൻ. അപ്പം ഒരാൾ മാത്രമേ വിരുദ് പ്രാപിക്കുന്നുള്ളതല്ല, ആ നിലയിൽ ഓടണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ യുദ്ധത്തിന്റെ കാര്യത്തെക്കുറിച്ചാണ്. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും. ആ കിരീടം എന്നുള്ള വാക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം സ്തെഫാനോസ് ആണ്. സ്തെഫാനോസ്, അതിൽ നിന്നാണ് സ്റ്റീഫൻ എന്നുള്ളതായ പേര് വന്നത്. നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടത് തന്നെ. ആ വാടാത്ത കിരീടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഓലിവ് ട്രീസ്, ഒലിവ് എന്നുള്ളതിന്റെ മലയാളം എന്തോ, ഒലിവ് വൃക്ഷത്തിന്റെ ഇലകൾ ഇങ്ങനെ മെടഞ്ഞു വെച്ച്, അതാണ് വേറൊരു വാക്ക് പറയുന്നത് ഡയാഡം എന്നുള്ള വാക്ക്. അതിങ്ങനെ വളച്ച് കെട്ടി ഉണ്ടാക്കുന്നത്, അതിന് ഡയാഡം എന്നുള്ള പദപ്രയോഗം വേറെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് അത് 3-4 ദിവസം കഴിഞ്ഞ് തന്നെ വാടിപ്പോകും. എന്നാൽ നമ്മൾക്ക് കിട്ടുന്നതായ പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ജയജീവിതം പ്രാപിക്കുന്ന വേണ്ടി ഉള്ളപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് വാടാത്തതായ ഒരു കിരീടം. നമ്മൾ ഒരു ജയജീവിതം നയിക്കുവാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, പരാജയത്തിലേക്കല്ല, എല്ലാ നിലയിലും. ഓക്കെ, രക്തസാക്ഷികളായി മരിക്കുന്നവർക്കും അതുപോലെ പീഡിപ്പിക്കപ്പെടുന്നവർക്കും ലഭിക്കുന്ന പ്രതിഫലമാണ് അതിനെക്കുറിച്ച് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജീവകിരീടം പ്രാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പരീക്ഷ സഹിക്കുന്ന പറഞ്ഞാൽ സാധാരണഗതികളുള്ളതായ ടെംപ്റ്റേഷൻ്റെ കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അവരുടെ അഗ്നിശോധനകൾ നമ്മുടെ ജീവനുമായിട്ടുള്ള ബന്ധത്തിലുള്ളതായ അതുപോലുള്ളതായ ടെംപ്റ്റേഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളതായ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ
ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം, അതുപോലെയുള്ളതായ അഗ്നിശോധനകൾ, കർത്താവിൻ്റെ നാമനിമിത്തമുള്ളതായ അഗ്നിശോധനകൾ നാം നേടുന്നതായ വേളയിൽ അതിനെ അതിജീവിക്കുവാൻ പരാജയപ്പെട്ടു പോകാതെ അതിജീവിക്കുന്നതായ സമയത്ത് നമ്മൾക്ക് ജീവകിരീടം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ അത് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് 2:10 നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. ഇത് റിലീജിയസ് പെർസിക്യൂഷനെ കുറിച്ചാണ്. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് ലഭിക്കുന്നത് നിനക്ക് മരണമാണ്. ആ സമയത്ത് വരെയും വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ഈ ഞാൻ എന്ന് പറയുന്ന ആരാണെന്ന് അറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് ഞാൻ വിശ്വസിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നതായ വേളയിൽ അവിടെ വെച്ച് കർത്താവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നവരും കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി മരിക്കേണ്ടി വന്നാലും അവിടെ വെച്ച് ഒരു പ്രതിഫലം ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 12ാമത്തെ പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ പാസ്റ്റേഴ്സിന് വേണ്ടിയുള്ളതാണ്. കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. വിശ്വസ്തരായി കർത്താവിൻ്റെ ആടുകളെ പുലർത്തുന്ന ഇടയന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് തേജസ്സിൻ്റെ വാടാത്ത കിരീടം. അവർക്ക് ഒരു പ്രത്യേക റിവാർഡുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പുസ്തകനായ പത്രോസ് 1 പത്രോസ് 5:2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിൽ, അതായത് നിങ്ങളുടെ അധീനതയിലുള്ളതായ വിശ്വാസികളെ അല്ലെങ്കിൽ ആട്ടിൻകൂട്ടത്തെ മേയിച്ചോൾവിൻ. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതപ്രകാരം, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവ്വമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമനസ്സോടെ, ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും, ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല എന്ന് പറഞ്ഞാൽ ബോസി ആറ്റിറ്റ്യൂഡ്, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ അങ്ങനെ ഈ 2-3 പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ അതിൻ്റെ യോഗ്യത നിവർത്തിച്ചു കഴിഞ്ഞാൽ ഇടയശ്രേഷ്ഠനായ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷമാകുമ്പോൾ, ആ പ്രത്യക്ഷമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ സമയം അത് കഴിഞ്ഞ ശേഷമുള്ളതായ ഈ റിവാർഡ് സന്ദർഭത്തിൽ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അപ്പം കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസിദാസന്മാർക്ക് ഒരു പ്രത്യേക പ്രതിഫലമുണ്ട്. ആ പ്രതിഫലത്തിൻ്റെ പേരാണ് തേജസ്സിൻ്റെ വാടാത്ത കിരീടം. അത് കർത്താവിൻ്റെ ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ അഥവാ ഭീമ അവിടെ വെച്ച് ലഭിക്കുന്നതാണ്. ഓക്കെ. പിന്നീട് ഈ വിശ്വസ്തയെക്കുറിച്ച് പറയുന്ന വേളയിൽ ലൂക്കോസ് 16 ഒരു ഉപമ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് അല്പം വളരെ അല്പം വ്യാഖ്യാനിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ഉപമയാണ്. ഉപമ എന്ന് പറയുന്ന വേളയിൽ നമുക്ക് പറയേണ്ടത് പാരബിൾ എന്ന് പറഞ്ഞാൽ, പാര എന്ന് പറഞ്ഞാൽ എലോങ് സൈഡ്, ബൊളെ എന്നുള്ള വാക്കിനർത്ഥം എറിയുക. അപ്പം സംതിങ് ദാറ്റ് ഈസ് ത്രോൺ എലോങ് സൈഡ്, ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ സൈഡിൽ ഒരു ഉദാഹരണം, ഒരു ദൃഷ്ടാന്തം, അതാണ് ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നത്. അവിടെയും കർത്താവ് പറഞ്ഞത് അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ. ഈ വിശ്വസ്തനല്ലാത്തവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പേരാണ് നീതി കെട്ടവൻ. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ ഈ എല്ലാവരെയും ബട്ടറപ്പ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പ്രസാദിപ്പിച്ച് പറയുന്ന പദപ്രയോഗങ്ങൾ വളരെ ചുരുക്കമാണ്. വിശ്വസ്തനാണെങ്കിൽ വിശ്വസ്തൻ എന്ന് പറയും, വിശ്വസ്തനല്ലെങ്കിൽ നീതി കെട്ടവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അധികത്തിൽ നീതി കെട്ടവൻ. അപ്പം ആ വിശ്വസ്തതയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിത്യമായത് നിങ്ങളെ ആർ ഫലമേൽപ്പിക്കും. ഈ അനീതിയുള്ള മാമോൻ എന്ന് പറയുന്നത് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ ഇത് മനസ്സിലാക്കിയ അനീതിയുള്ള മാമോൻ എന്ന് പറഞ്ഞിരിക്കുന്ന അത് പണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ ഒരു പദപ്രയോഗമാണ്. അനീതിയുള്ള മാമോൻ വിശ്വസ്തരായില്ലെങ്കിൽ നിത്യമായത് എങ്ങനെ നിങ്ങളെ ആർ ഫലമേൽപ്പിക്കും.
കർത്താവ് ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മറുപടി ഉണ്ട്. അത് ആ ഭാഗം നമുക്ക് നോക്കാം. അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ദൈവം ഏൽപ്പിച്ചത് മറ്റുള്ളവരിൽ കൂടെ ഏൽപ്പിച്ചിട്ടുള്ളതായ കാര്യങ്ങൾക്ക് നമുക്ക് വിശ്വസ്ത പാലിക്കുന്നില്ല എങ്കിൽ സ്വന്തമായത് ആർ തരും? വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഈ ലൂക്കോസ് സുവിശേഷം 16:1 മുതൽ 12 വരെ ആ വാക്യം പെട്ടെന്ന് വായിച്ച് ഒരുപാട് സമയം അതിന് പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത്, വായിച്ചാൽ ധനവാനായ ഒരു മനുഷ്യന് ഒരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു. അവന്റെ വസ്തുവകൾ നാനാവിധമാക്കുന്നു എന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു. അവനെ വിളിച്ച്, നിന്നെ കൊണ്ട് ഈ കേൾക്കുന്നത് എന്ത്? നിന്റെ വിചാരത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക. നീ ഇനി കാര്യവിചാരകനായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാലേ കാര്യവിചാരകൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? യജമാനൻ കാര്യവിചാരത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു. കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല, ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു. എന്നെ കാര്യവിചാരത്തിൽ നിന്ന് നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്തുകൊള്ളാൻ തക്കവണ്ണം ഞാൻ ചെയ്യേണ്ടത് എന്തെന്ന് എനിക്ക് അറിയാമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. പിന്നെ അവൻ യജമാന്റെ കടക്കാരെ ഓരോരുത്തനെ വരുത്തി ഒന്നാമത്തിനോട്, നീ യജമാൻ എത്ര കടംപെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 കുടം എണ്ണ എന്ന് അവൻ പറഞ്ഞു. അവനോട്, നീ കൈച്ചീട്ട് വാങ്ങി വേഗമിരുന്ന് 50 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. അതിനുശേഷം മറ്റൊരുത്തനോട്, നീ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 പറ ഗോതമ്പ് എന്ന് അവൻ പറഞ്ഞു. അവനോട്, നിന്റെ കൈച്ചീട്ട് വാങ്ങി 80 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോട് പ്രവർത്തിച്ചത് കൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി. വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ ഇടയാകും. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. നിങ്ങൾ നീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും? അന്യായമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? ഓക്കെ, 2 യജമാൻ. മതി. ഈ ഭാഗം വായിക്കുമ്പോൾ പല ആളുകൾക്ക് കൺഫ്യൂഷൻ, എനിക്കും ഒരു സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അനേക പ്രാവശ്യം വായിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്ത് ഇതിനോട് ആദ്യം ഇത് വായിക്കുന്ന കേട്ടാൽ തോന്നും ഈ ആളിനെ, ഈ കാര്യവിചാരനെ കർത്താവ് പുകഴ്ത്തി, അവൻ ചെയ്ത രീതിയെല്ലാം പുകഴ്ത്തി പറയുകയാണ് തോന്നിപ്പോകും. ഓക്കെ, അതുപോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ ചെയ്ത കാര്യങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, യേശു ഈ ഉപമയിൽ ദോഷങ്ങൾ പ്രകീർത്തിക്കുകയല്ല, പ്രത്യുത അനീതിയുള്ള കാര്യവിചാരകന്റെ കുശാഗ്രബുദ്ധി എന്ന് പറഞ്ഞാൽ കൗശലത്തോടുകൂടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന അതിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമേ ഉള്ളൂ. കർത്താവ് ഈ അനീതി ചെയ്യുന്നവരെല്ലാം അവിടെ നിർത്തി പ്രകീർത്തിക്കുന്ന സ്വഭാവമില്ല. അവൻ ചെയ്ത രീതി, ദൈവമക്കളുടെ രീതികളും, അതായത് വെളിച്ചത്തിന്റെ മക്കളുടെ രീതികളും ദൈവമക്കളല്ലാത്ത ആളുകളുടെ പ്രവൃത്തിയെക്കുറിച്ചും കർത്താവ് ഒരു താരതമ്യ പഠനം നടന്നതിന് ശേഷം അതിൽ കൂടി ഒരു ആശയം നമ്മൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. അവനെ നേരത്തെ തന്നെ അവനെ അനീതിയുള്ള കാര്യവിചാരകൻ നേരത്തെ തന്നെ കർത്താവ് ഉപമയിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന്റെ അനീതിയെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, അവൻ ചെയ്തിട്ടുള്ളതായ പെട്ടെന്നുള്ളതായ തീരുമാനം അത് ചെയ്തതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, കാര്യവിചാരകൻ നല്ല പ്രവൃത്തി തെറ്റായ രീതിയിലാണ് ചെയ്തത്. യേശു അവന്റെ തെറ്റായ രീതിയല്ല, അവന്റെ നല്ല പ്രവൃത്തിയാണ് പുകഴ്ത്തുന്നത്. അവന് ധാരാളം അവന് തെറ്റ് ചെയ്തു, ആ കാരണത്താൽ പിടിക്കപ്പെട്ടു. അവനെ ഫയർ ചെയ്യാന്ന് പറയുന്നത് ടെർമിനൽ ജോലി നഷ്ടപ്പെടാനുള്ള ഒരു വാണിംഗ് ആണ്. അതിന് മുമ്പേ യജമാൻ പറഞ്ഞിരിക്കുന്നതായ ഒരു രീതികളുണ്ട്. ഓക്കെ, അവന്റെ തെറ്റായ രീതിയല്ല കർത്താവ് പറയുന്നത്, അവന്റെ നല്ല പ്രവൃത്തി, അവന് നല്ല ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്തു എന്നാണ്, അതിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതില്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരത്തിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാനിടയാകും. ഇതാണ് പലർക്കും അർത്ഥം മനസ്സിലാകാത്തത്. എനിക്ക് ആദ്യം ഇതിനെക്കുറിച്ച് വേണ്ട പോലെയുള്ള ഗ്രാഹ്യമില്ലായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് പറയുമ്പോൾ നാം ഉണ്ടാക്കുന്ന ധനം,
ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് അനീതിയുള്ള മാമോൻ ഒരു സ്നേഹിതനെ പോലെയാണ്. നമ്മുടെ പണം ശരിയായിട്ട് ഉപയോഗിക്കണം. പണം ശരിയായിട്ട് നമ്മുടെ കയ്യില്ലെങ്കിൽ നമുക്കറിയാം ആരാ സ്നേഹിതനെന്ന്. ഈ പണം കൊണ്ട് നാം ആത്മാക്കളെ നേടുകയാണെങ്കിൽ നിത്യതയിലേക്കുള്ള ഒരു മുതൽകൂട്ടായി തീരും എന്ന് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതില്ലാതെയാകുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ബിസിനസ് അടച്ചുപൊട്ടുമ്പോൾ എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളെ ഏൽപ്പിച്ചതായ സമ്പത്ത് കൊണ്ട്, ഭൗതിക നന്മകൾ കൊണ്ട്, അല്ലെങ്കിൽ അനീതിയുള്ളതായ മാമോനെ കൊണ്ട് നാം അത് ഉപയോഗിച്ച് ആത്മാക്കളെ നേടുകയാണെങ്കിൽ ലഭിക്കുന്നതായ പ്രയോജനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റായ നിലയിൽ ഇത് പലപ്പോഴും എൻ്റെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ അടുക്കലും ആളുകൾ ചോദിക്കും. അപ്പോൾ പറയാനായിട്ട് ഒരു അർത്ഥം മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ സവിസ്തരം ഇതിനെക്കുറിച്ച് പറയുന്നത്. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിൽ വിശ്വസ്തൻ. ഒരു നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമുക്കുള്ള അത്യല്പത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ അല്പമായിട്ടുള്ള പണമേ ഉള്ളൂ എങ്കിൽ തന്നെയും അതിൽ വിശ്വസ്ത പാലിക്കുന്നില്ലെങ്കിൽ അധികത്തിനായി ആഗ്രഹിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അനേക ആളുകളും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഏൽപ്പിച്ചതായ അത്യല്പത്തിൽ അവർ വിശ്വസ്തരാണ്. എനിക്കറിയാവുന്ന ഒരു വ്യക്തി, ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇത് പറയുന്നില്ല, നാട്ടിൽ നിന്ന് ഇവിടെ അമേരിക്കയിൽ വന്നതിന് ശേഷം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. അയാൾ ഏതോ പ്രോജക്റ്റ് കൊണ്ടൊക്കെയാണ് നാട്ടിൽ പോയത്. അവിടെ ഒരു ഓർഫനേജ് നടത്തുന്നത് നല്ലത് തന്നെ. ഈ ഓർഫനേജ് നടത്തുന്ന ഇയാൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗമായിട്ടാണ്. അതിന് വേണ്ടതുപോലെ നടത്താത്ത കാരണത്താൽ വേണ്ടതുപോലെ സാമ്പത്തിക വരുമാനമില്ല. പിന്നെ രണ്ടാമത് ഫണ്ട് റൈസിങ്ങിന് വേണ്ടി ഇവിടെ വന്നു, അമേരിക്ക വന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ, എനിക്കൊരു വലിയൊരു ദർശനമുണ്ട്. ഇവിടെ എറണാകുളത്തിനടുത്ത് വലിയൊരു ഓഡിറ്റോറിയം ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു, എന്തിനാണ് ഓഡിറ്റോറിയം ഉണ്ടാക്കുന്നത്? അങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഉള്ളല്ലോ ആളുകൾ കടന്നു വന്ന് ആരാധിക്കുന്നത്. ഞാൻ പറഞ്ഞു, എവിടെയാ പറഞ്ഞേക്കുന്നത് വലിയ ഓഡിറ്റോറിയം ഉണ്ടാക്കിയാൽ ആത്മാക്കൾ വരുമെന്ന്? അന്നേരം പുള്ളിക്കാരൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. നോഹ പെട്ടകം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണല്ലോ അവിടെ മൃഗങ്ങളെല്ലാം കൊണ്ട് വന്നത്. ഞാൻ ഭയങ്കര ബുദ്ധിയാണല്ലോ. ഞാൻ പറഞ്ഞു, നോഹ അമേരിക്ക വന്ന് ഫണ്ട് റൈസിങ് നടത്തിക്കൊണ്ടൊന്നും അല്ല ഈ പെട്ടകം ഉണ്ടാക്കിയത്. ദൈവം അവരുടെ പണിയാനായിട്ട് പറഞ്ഞത് പെട്ടകമാണ് ഉണ്ടാക്കിയത്. നമ്മൾ ഓരോരുത്തരും ഈ കുബുദ്ധി ഉപയോഗിച്ച്, കൗശലം ഉപയോഗിച്ച് പണം ഉണ്ടാക്കാനുള്ളത് ഉപാധിയായിട്ടുണ്ടാക്കും. ഈ മനുഷ്യന്റെ ബിസിനസ്സും മറ്റും കംപ്ലീറ്റ് പൊളിഞ്ഞു. കാരണം അവിടെ ഓർഫനേജും ഇല്ലായിരുന്നു. ഇവിടുന്ന് ആൾക്കാർ, സപ്പോർട്ട് ചെയ്ത ആൾക്കാർ അവിടെ ചെന്നായ സന്ദർഭത്തിൽ അവിടെ ഒന്നുമില്ലെന്ന് മനസ്സിലാക്കി അവർ കംപ്ലീറ്റ് സപ്പോർട്ട് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി, ദൈവം നമ്മളെ ഏൽപ്പിച്ചതായ അല്പകാര്യങ്ങളിൽ നാം വിശ്വസ്ത പാലിക്കുവാൻ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഓക്കെ, കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ഡിസോണസ്റ്റി, അവിശ്വസത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഹീസ് ടോക്കിംഗ് അബൌട്ട് റിസോഴ്സ്ഫുൾനെസ്, അവൻ്റെ സാമർഥ്യം, അതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് അവൻ്റെ കറപ്ഷനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അവൻ്റെ സെലറിറ്റി എന്ന് പറഞ്ഞാൽ വേഗതയോടുകൂടി താൻ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു, അതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ വക്രതയെക്കുറിച്ചല്ല. ഹീസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദി ഫ്രോഡ് ബട്ട് ദി ഫോർസൈറ്റ്. അവൻ്റെ ഫോർസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ഇവിടുന്ന് പുറത്താക്കി കഴിഞ്ഞാൽ എന്നെ ആരും സ്വീകരിക്കാനൊക്കെയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും എന്നൊരു തീരുമാനത്തോടുകൂടി അവൻ കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഉപമയുടെ അർത്ഥം. ഓക്കെ, അന്ത്യഫലം എന്താണെന്ന് ഞാൻ പറയാം. അന്ത്യഫലം നല്ലതാണെങ്കിൽ ഉപാധികൾ സാധൂകരിക്കാം. ഞാൻ എൻ്റെ മലയാളത്തിൽ ഞാൻ അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തേ ഉള്ളൂ. ഇംഗ്ലീഷിലുള്ള സേയിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ദി എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻസ്. ഓക്കെ, ഇപ്പം ഒരാള് അന്ത്യഫലം നല്ലതാണെങ്കിൽ ഉപാധികളെ സാധൂകരിക്കാമെന്ന് ലോകത്തിലെ ഒരു സിദ്ധാന്തമുണ്ട്. എന്നാൽ അത് തിരുവചനത്തിലെ ആശയമല്ല. തിരുവചനത്തിലെ ആശയങ്ങളുമായി പൊരുത്തപ്പെടാത്തതുമാണ്. അന്ത്യഫലം, എൻഡ് റിസൾട്ട് വിശുദ്ധമായിരിക്കണം. അതുപോലെ തന്നെ അത് ചെയ്യുന്നതായ ഉപാധികളും വിശുദ്ധമായിരിക്കണം. ഞാൻ ഒന്നുകൂടെ അത് ആവർത്തിച്ച് പറയുകയാണ്.
അന്ത്യമായിട്ട് എൻഡ് റിസൾട്ട് അത് വിശുദ്ധമായിട്ടുള്ളതായിരിക്കണം. അത് വിശുദ്ധമാകണം എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരമുള്ളതായിരിക്കണം. അത് എത്തിച്ചേരുവാനുള്ളതായ ഉപാധികളും ഒരുപോലെ വിശുദ്ധമായിരിക്കണം. ഓക്കെ, ദി എൻ ജസ്റ്റിഫൈസ് മീൻസ് എന്ന് പറഞ്ഞാൽ അത് അൺഹോളി മീൻസ് ആണ് എന്ന് ചിന്തിക്കരുത്. ഒരു ഉദാഹരണം നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് വായിക്കല്ലാതെ അധികം എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് അനന്യാസിന്റെയും സഫീറയുടെയും അനുഭവകഥ. അപ്പോസ്തല പ്രവൃത്തി 5:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. എന്നാൽ എന്നാൽ അനന്യാസ് എന്ന് അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീരയോട് കൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയം ഉണ്ടായി. ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്ന് പത്രോസ് അവളോട്, ഇത്രയൊക്കെ നിങ്ങൾ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു. ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ വാതിൽക്കൽ ഉണ്ട്. അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. ബാല്യക്കാർ അകത്തു വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിന്റെ അരികെ കുഴിച്ചിട്ടു. സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയം ഉണ്ടായി. ഓക്കെ, മതി. നമുക്ക് ഇതിന്റെ അന്ത്യഫലം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പണം ഉണ്ടാകുക എന്നുള്ളതാണ്. പക്ഷേ അത് ചെയ്തതായ മീൻസ്, അത് ചെയ്തതായ രീതികൾ ദൈവത്തിന് വിശുദ്ധമല്ലാതായിപ്പോയി. ഓക്കെ, എങ്ങനെയായാലും സാധാരണഗതിയിൽ ആളുകൾ പറഞ്ഞ എന്തായാലും ആൾ കുറച്ച് പൈസ ചർച്ചിലേക്ക് വന്നല്ലോ, ചർച്ചിന്റെ ബിൽഡിംഗ് ഫണ്ടിലേക്ക് അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് വേണ്ടി വന്നല്ലോ, അതിനെന്നാ കുഴപ്പം? ഒന്ന്, ഇവിടെ അവർ വിശ്വാസികളാണോ അല്ലയോ എന്നൊരു ചോദ്യമുണ്ട്. വിശ്വാസികളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവിനോട് കള്ളം പറയുന്നത് അവിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവിനോട് കള്ളം പറയാൻ ഒക്കത്തില്ല. അപ്പോൾ അവർ സഭയിലെ വിശ്വാസികളായിരിക്കും. നേരത്തെ അപ്പോസ്തലന്മാർ എല്ലാവരും അവരുടെ മറ്റുള്ള ആളുകളും അവരുടെ വസ്തുവൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അത് അവരെക്കുറിച്ചൊരു മാന്യത ഉണ്ടായിരുന്നു. അതുപോലെ മാന്യത എനിക്കും കിട്ടും എന്നുള്ളതായ ഉദ്ദേശത്തിലായിരിക്കും. ഒരു നല്ല ഗുണമുണ്ട്, അവർ ഭാര്യാഭർത്താക്കന്മാർ വക്രതയുടെ കാര്യമാണെങ്കിൽ അവർക്ക് വലിയ യോജിപ്പാണ്. വിശേഷിച്ച് ഒരുപാട് ആളുകൾ അങ്ങനെയുള്ളതുണ്ട്. മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നല്ല യോജിപ്പൊന്നും ഇല്ലെങ്കിലും വക്രത കാണിക്കുന്നതിന് വേണ്ടി യോജിപ്പാണ്. അവർ തമ്മിൽ ഒരു തീരുമാനം എടുത്ത് നമുക്ക് ഇന്നത് പറഞ്ഞാൽ മതി എന്ന് ആലോചിക്കണം. അച്ഛനും പോയി അത് നേരത്തെ അങ്ങ് പോകും, ഞാൻ പിന്നെ വന്നേക്കാം എന്ന് പറഞ്ഞു വിട്ടു. പിന്നെ നടന്ന എന്താണെന്ന് അറിയത്തില്ല. അതിനെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഒരു വിവേചനാത്മാവുണ്ടായിരുന്ന പത്രോസ് ഉണ്ടായിരുന്നു. ഈ കാലയളവിൽ ആ പത്രോസുമാർ കുറവായ കാരണത്താലാണ്. ചില ആളുകൾ വിവേചനാത്മാവ് ഉണ്ടെങ്കിലും അത് ആളുകളെ എങ്ങനെ ഒഫൻഡ് ചെയ്യുമെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കും. ഇത് രണ്ടും കുഴപ്പമാണ്. ഇപ്പം നമ്മൾ ആളുകളെ ബട്ടറപ്പ് ചെയ്യുക, പ്ലേസ് ചെയ്യുക എന്നുള്ളതിലല്ല, ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ദൗത്യം. ഇല്ല എങ്കിൽ ഇവിടെ അനന്യാസിനും സഫീറയിലും പറ്റിയതുപോലെ അതുപോലെ സംഭവിക്കുന്നില്ല എന്ന് മരിക്കുന്നില്ലെങ്കിൽ തന്നെ അതുപോലെ ധാരാളം ദൈവത്തിൻ്റെതായുള്ള ശിക്ഷണങ്ങൾ അല്ലെങ്കിൽ ബാലശിക്ഷകൾ. എൻ്റെ ആൾക്കാർ ചോദിച്ചു, അന്യാസം സഫീറ നരകത്തിലാണെന്ന് പോയെന്ന്. അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല അന്യാസം സഫീറ അവർ മരിച്ചെന്നേ പറഞ്ഞുള്ളൂ. മരിച്ചവരെല്ലാം നരകത്തിലാണ്, വിശ്വാസികൾ മരിക്കുന്നവരെല്ലാം നരകത്തിലാണ് പോകുന്നത്. അവർ കള്ളത്തരം കാണിച്ചതിൻ്റെ ശിക്ഷ അവർ അനുഭവിച്ചു. ഞാൻ അതിനപ്പുറമായിട്ടുള്ള വ്യാഖ്യാനത്തിന് ഞാൻ പോകുന്നില്ല. അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതേ ഉള്ളൂ. അതാണ് എൻ്റെ ദൗത്യം. അപ്പോൾ എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻസ്. അന്ത്യഫലം വിശുദ്ധമായിരിക്കുന്നത് പോലെ തന്നെ അതിലെത്തിച്ചേരുന്നതായ ഉപാധികൾ ചെറുതായാലും വലുതായാലും അതും ദൈവസ്ഥാനത്തിൽ വിശുദ്ധമായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിഫലം ലഭിക്കുള്ളൂ, അല്ലെങ്കിൽ ലജ്ജിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദൈവദാസന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സംഗതികൾ ഇവിടെ
ദൈവദാസന്മാരെ കുറിച്ച് പറയുമ്പോൾ 1 തിമോഥെയോസ് 3:ന്റെ 3-ാമത്തെ വാക്യം പിന്നെ 8-ാമത്തെ വാക്യം. അധ്യക്ഷൻ എന്നാണ് മലയാളത്തിൽ കിങ് ജെയിംസ് വേർഷൻ, നമ്മുടെ ഇന്ത്യ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ. ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബിഷപ്പ് എന്നാണ്. ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം എപ്പിസ്കോപ്പോസ്. എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞിരിക്കുന്ന സമുദായ സഭകളുള്ള പേര് എപ്പി എന്ന് പറഞ്ഞാൽ ഓവർ, എപ്പിസ്കോപ്പോസ് എന്ന് പറഞ്ഞാൽ സ്കോപ്പെ എന്ന് പറഞ്ഞാൽ തനി മലയാളത്തിൽ പറഞ്ഞാൽ കങ്കാണി എന്ന് പറയും, ഓവർസിയർ എന്ന് പറയും, എല്ലാം ഒന്ന് തന്നെയാണ്. അവര് മദ്യപ്രിയനും തല്ലുകാരനും അരുത്, ശാന്തനും കലഹിക്കാത്തവനും, പിന്നീട് അടുത്തതാണ് നമ്മുടെ വിഷയം, ദ്രവ്യാഗ്രഹം ഇല്ലാത്തവനും എന്ന് പറഞ്ഞാൽ തെറ്റായുള്ള ആഗ്രഹം എന്ന് വേണം പറയാം. തെറ്റായിട്ടുള്ള സമ്പത്തിനെ കുറിച്ചുള്ളതായ അധികമായിട്ടുള്ള മോഹം അവരില്ലാത്തവരായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കത്തോലിക്കരുടെ ബൈബിളിലാണ് മെത്രാൻ എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. മെത്രാൻ എന്നുള്ളത് ഗ്രീക്കിലോ അല്ല സുറിയാനിലുള്ള വാക്കാരി എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് ചർച്ചിലെ ഡീക്കൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശുശ്രൂഷകന്മാർ ധനശാലികളായിരിക്കണം, ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത്. ദുർലാഭമോഹത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ രീതിയിൽ കൂടെ സമ്പത്തുണ്ടാക്കുവാൻ തക്കവണ്ണം താല്പര്യമുള്ള ആളുകളാകരുത്. നിങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് പിന്നീട് ദൈവം ഓരോരോ ശുശ്രൂഷ ഏൽപ്പിക്കുന്ന വേളയിൽ നിങ്ങൾക്കും മാതൃകയാക്കി ചെയ്യേണ്ടതും മറ്റുള്ളവരോട് ഉപദേശിക്കേണ്ടതുമായ സംഗതികൾ ദുർലാഭമോഹത്തിന് വേണ്ടി പോകരുത്. തീത്തോസിന്റെ 1:7 പറഞ്ഞിരിക്കുന്ന, അവിടെയും അധ്യക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്, അവിടെയും ബിഷപ്പ് ഓവർസിയർ എന്നുള്ളതായ അർത്ഥത്തിൽ ദൈവത്തിന്റെ ഗ്രഹവിചാരകനാകയാൽ അനന്യനായിരിക്കണം, തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും അരുത്. ഇങ്ങനെയുള്ള ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചേക്കാം. ഇല്ലെങ്കിൽ ഈ ശുശ്രൂഷ ചെയ്യാൻ പോകണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഡിസൈപ്പിൾഷിപ്പിന്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ക്രിസ്തുവിന് വേണ്ടി ഒരുക്കുന്ന ആളുകളായിരിക്കുന്ന വേളയിൽ നമ്മൾ കർത്താവിന് വേണ്ടി ഈ നിലയിൽ ആയിത്തീരണമെന്നാണ്. നോട്ട് ഗ്രീഡി ഫോർ മണി, ദുർലാഭമോഹികൾ ആകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 പത്രോസ് 5:2 അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നിങ്ങളുടെ വിചാരണയുള്ള ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുവിൻ, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാമണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും. അപ്പം ദുരാഗ്രഹം അല്ലെങ്കിൽ നോട്ട് ഗ്രീഡിനെസ് ഫോർ മണി ദൈവമക്കൾക്ക് പാടില്ല, ദൈവദാസന്മാർക്ക് പാടില്ല. ഇത് പവിത്രമായൊരു സംഗതിയാണ്. അതാണ് അനീതിയുള്ള ആദ്യം എന്ന കർത്താവ് അനീതിയുള്ള മാമോൻ എന്ന് യേശു പണത്തിനെ കുറിച്ച് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇത് ശരിയായുള്ള കാഴ്ചപ്പാടല്ല എങ്കിൽ വലിയ കുഴപ്പത്തിലേക്ക് നമ്മളെ വഴി നടത്തും. ഞാൻ നാട്ടില് കോളേജ് എൻ്റെ ഒരു പേഴ്സണലായിട്ട് പറയാം, വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം 70കളിൽ അന്ന് ജോലി കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. പബ്ലിക് വീട്ടിൽ എൻ്റെ ഫാദർ ഒരുപാട് പ്രഷർ തരുമായിരുന്നു, നീ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നിനക്ക് ജോലിയൊന്നും ആകത്തില്ല. കാരണം ഞാൻ ഒരുപാട് സമയം ഈ ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടി സമയം ചെലവഴിക്കും. അപ്പം പഠിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അത് ഭാഗ്യമാണ്, ശരിയാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ ഫാദറിനെ കുറിച്ചുള്ളതായ എപ്പോഴും ഇങ്ങനെ ബഗ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ഒരു സ്നേഹിതനുമായിട്ട് ചേർന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ടെസ്റ്റ് എഴുതി, അതിന് ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തു. അന്ന് ഏകദേശം 1.5 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ടെസ്റ്റ് എടുക്കാനുണ്ട്. അത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനല്ല. അതിന് ടെസ്റ്റ് എഴുതി റിസൾട്ട് വന്ന വേളയിൽ എനിക്ക് 28ാമത്തെ റാങ്ക് കണ്ടു വന്നു. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചല്ലേ, നന്നായിട്ട് പഠിച്ചു, പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് എഴുതുന്നത് എനിക്കറിയാം. എനിക്ക് ആദ്യമായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കേരളത്തിൽ ജോലി കിട്ടിയത് ആലുവയ്ക്ക് അടുത്ത് ശ്രീമൂലനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്ക് ലോവർ ഡിവിഷൻ ക്ലാർക്കായിട്ട് ഒരു രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് എനിക്ക് ജോലി കിട്ടിയത്. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി കിട്ടിയതായ വേളയിൽ ഞാൻ ആൾക്കാരോട് ചോദിച്ചായ സന്ദർഭത്തിൽ ഇഷ്ടം പോലെ കൈക്കൂലി വാങ്ങാൻ ഒക്കുന്ന ഒരു ജോലിയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഈ കൈക്കൂലി വാങ്ങുന്നതിനോട് എതിരുള്ള കൂട്ടത്തിലാണ്, കൈക്കൂലി കൊടുക്കുന്നതിനോട് എതിരാണ്, വാങ്ങുന്നതിനോട് എതിരുള്ള കൂട്ടത്തിലാണ്. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതാണ്, പരിശുദ്ധാത്മാക്ഷ അന്ന് പ്രാപിച്ചില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ നാമത്തിന് മഹത്വത്തിനല്ലാത്ത ഒരൊറ്റ ജോലി എനിക്ക് പാടില്ല. ഞാൻ പോയി 2 ആഴ്ച ജോലി ചെയ്തു. 2 ആഴ്ച ജോലി ചെയ്തായ സന്ദർഭത്തിൽ 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി, എന്നെ അസൈൻ ചെയ്തിരിക്കുന്ന ഡെസ്കിൻ്റെ
പാഡിൻ്റെ അടിക്ക് കുറെ പണം ഇങ്ങനെ ആൾക്കാരുടെ പ്രമാണം മറ്റും എഴുതുന്നതിന് വേണ്ടിയുള്ളതാ എന്ന് കൈകൊണ്ട് എഴുതുകയാണ്. ഇപ്പം കമ്പ്യൂട്ടറൈസ്ഡാണ്. അവർ പൈസ അവിടെ കൊണ്ടുവച്ചിട്ട് പോകും. ഞാൻ അടുത്തിരുന്ന ക്ലാർക്ക് എനിക്ക് സാറേ ഈ ഈ ഇതിൻ്റെ എൻ്റെ ഡെസ്കിൻ്റെ പാഡിനടിക്ക് കുറച്ച് പൈസ ഇരിക്കുന്ന ആരുടെയാ? അത് സാറിന് വേണ്ടിയുള്ളതാ. ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടേണ്ട ശമ്പളത്തിൻ്റെ സമയം പോലും ആയല്ലോ, പിന്നെ അങ്ങനെ എനിക്ക് പൈസ കിട്ടുന്നത്. ഒരു 2-3 ഞാൻ അവിടെ ജോലി ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര കൈക്കൂലിക്കാരനായിത്തീരും. പണത്തോടുള്ളതായ മോഹം. ഞാൻ പിന്നെ ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് അമേരിക്കയ്ക്ക് വരാനുള്ളതായ മുഖാന്തരം ഉണ്ടാക്കി. ഞാൻ മദ്രാസിൽ പോയി അവിടുന്ന് 2 ആഴ്ച ശമ്പളം, അതിൻ്റെ 2 ആഴ്ച ജോലി ചെയ്തതിൻ്റെ ശമ്പളം പോലും ഞാൻ വാങ്ങിച്ചില്ല. ഞാനിങ്ങ് പോയി വന്നൊക്കെ ഏകദേശം 1.5 വർഷത്തിന് ശേഷം അവർ രജിസ്റ്റേഡ് ലെറ്റർ ചെയ്ത് ഇത്ര നാളിനുള്ളിൽ വന്നില്ലെങ്കിൽ എന്നിട്ട് ജോലി നഷ്ടപ്പെട്ടു പോകുന്നു. അതല്ല വിഷയം. ഞാൻ പറഞ്ഞത് ചില ജോലികൾ ദൈവമക്കൾക്ക് ചെയ്യാനൊക്കാത്ത ജോലികളുണ്ട്. നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ളതായ മാന്യത വെച്ച് പുലർത്താൻ ഒക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധമായിട്ട് കാക്കണം എന്നുണ്ടെങ്കിൽ ധനമോഹമില്ലാതെയും ദ്രവ്യാഗ്രഹമില്ലാതെയും അങ്ങനെയുള്ളതായ കാര്യങ്ങൾക്ക് താല്പര്യമില്ലാതെ പോകുന്ന ചില ജോലികൾ ചെയ്യാനൊക്കത്തില്ല. ദൈവമക്കളായുള്ള ആളുകൾ ബാറിൽ അറ്റൻഡ് ചെയ്ത് മറ്റുള്ളവർക്ക് ലിക്കർ ഒഴിച്ചു കൊടുക്കുന്ന പരിപാടി പൊക്കത്തില്ല. നമ്മുടെ സാക്ഷ്യത്തിന് പറ്റാത്തതാണ്, എത്ര ശമ്പളമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ് പറഞ്ഞത്, എൻ്റെ ജസ്റ്റിഫൈഡ്സ് ദ മീൻസ് എന്ന് പറയുന്ന ആ വേളയിൽ എൻ്റും അന്ത്യ ലക്ഷ്യവും അത് ചെയ്യുന്നതായ ഉപാധികളും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശദമായിരിക്കണം. ഓക്കെ. ഇവിടെ വീണ്ടും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ദുർലാഭ മോഹികളരുത്. വ്യക്തമായിട്ട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ധനം എന്ന് പറയുന്നത്, ധനത്തെക്കുറിച്ച് നമ്മൾ അറിയാം, ധനം നിരുപദ്രവകാരിയാണ്, ഇസ് ന്യൂട്രൽ. എന്നാൽ ദ്രവ്യാഗ്രഹം ദോഷകാരണമാണ്. പണം ഉള്ളത് നല്ലത് തന്നെയാണ്. പണമില്ലെങ്കിൽ കർത്താവിന് വേല ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കർത്താവിന് വേല വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ പണം ആവശ്യമാണ്. അപ്പം പണം ഉള്ളത് കൊണ്ട് അത് ദോഷമാണ് എന്നല്ല, പണം ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിത കാര്യങ്ങളിൽ നടക്കാനൊക്കത്തുള്ളൂ. പക്ഷെ ദ്രവ്യാഗ്രഹം, അതാണ് അപ്പോസ്തലനായ ഈ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതായ വേളയിൽ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ എന്ന് പറഞ്ഞാൽ സകലവിധ ദോഷത്തിനും മൂലകാരണമല്ലോ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവിഴുന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായിത്തീർന്നു. അനേക ആളുകൾ, എത്രയോ ആളുകൾ സമ്പത്ത് ഉണ്ടാക്കാനുള്ളതായ അധികമായുള്ള തീവ്രമായുള്ള താല്പര്യം വെച്ചിട്ട് അവരുടെ ആരാധനയ്ക്ക് പോകുന്ന സമയം ഒക്കാതെ വണ്ണം പണത്തിന് പിന്നാലെയൊക്കെ പോയി പിന്നീട് വരുന്നതായ ബന്ധപ്പാടുകൾ എന്ന് മാത്രമാണെന്ന് അറിയാമോ? അപ്പൊ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതായ സംഗതി എന്ന് പറഞ്ഞാൽ ധനം ഉണ്ടാക്കുക എന്നുള്ളതല്ല, ധനം ശരിയായ നിലയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സമ്പത്തിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞതിന് ശേഷം അടുത്ത ഫാസ്റ്റ് ഫോർവേഡ് പോകാം. മർക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിന് 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ ഒരാൾ വായിച്ചാട്ടെ. പിന്നെ യേശു സ്ത്രീ ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. ഓക്കെ. ഇത് വായിക്കുന്ന വേളയിൽ പല ആളുകൾ പറയാണ്ട് യേശുവിന് അത്ര വലിയ മിനിസ്ട്രി, ആളുകളെ ഹീലിംഗ് ചെയ്യാനും 5000 പേർക്ക് അല്ലെങ്കിൽ 10,000 പേർക്ക് ഫുഡ് കൊടുക്കാനും എന്തെല്ലാം നല്ല മിനിസ്ട്രിയുള്ള സന്ദർഭത്തിൽ യേശു എന്തിനാ ഇവിടെ ശ്രീഭണ്ഡാരത്തിൽ അവിടെ വന്ന ആളുകൾ പണം ഇവിടെ നോക്കിയിരിക്കുന്നത്? ന്യായമായ ചോദ്യമാണ്. എത്രയോ നല്ല കാര്യങ്ങളുണ്ട്, യേശുവിന് ഇവിടെ വന്നിരിക്കാനേ ഒക്കത്തുള്ളൂ. നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, അന്ന് യേശുവിന് തൻ്റെ ജഡശരീരത്തിലായിരുന്ന വേളയിൽ അവിടെ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴ് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന വളരെ കുറെ കൂടെ വ്യക്തമായിട്ട് സകലരെയും കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മളും എന്തുമാത്രം ഇടുന്നുണ്ട്, എന്തുമാത്രം ഇടുന്നില്ല എന്ന് കർത്താവും ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും കാണുന്നതായ കർത്താവ് നമ്മുടെ സമ്പത്തിൻ്റെ കാര്യവും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവ് നോക്കിയതായ വേളയിൽ അവൻ മനുഷ്യരുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയുന്നതുകൊണ്ട് അവൻ ആരുടെയും സാക്ഷ്യം ആവശ്യപ്പെടുന്നില്ല എന്ന് യോഹന്നാൻ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിനൊടുവിൽ അത് എടുത്ത് വായിക്കണ്ട, അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
അവിടെ പറഞ്ഞിരിക്കുന്നത് യേശു അവളെ എങ്ങനെയാണ് അളന്നതെന്ന് നോക്കാം. ഈ സ്ത്രീക്ക് യാതൊരു, അവൾക്ക് ആകെപ്പാടെ 2 പൈസയുടെ വരുമാനമേ ഉള്ളൂ, മൊത്തമുള്ള പൈസ അതവിടെ ഇട്ടു. കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച്, ഇപ്പം വളരെ കൗതുകമായിട്ടുള്ള സംഗതി ആയതുകൊണ്ടായിരിക്കും വന്നേ എല്ലാവരും വിളിച്ച്, ഞാനൊരു കാര്യം പറയട്ടെ, ഈ സ്ത്രീ മറ്റുള്ള എല്ലാവരും ഇട്ട ഇതിനെക്കാട്ടി കൂടുതലാണ് ഇട്ടത്. അപ്പോൾ യേശു നോക്കുന്നത് എന്തുമാത്രം പണം ഖജനാവിൽ വരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, ഈ ഖജനാവിൽ പണം ഇട്ടതിന് ശേഷം ബാക്കി നമ്മുടെ കയ്യിൽ എന്ത് അവശേഷിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് അവിടെ അളന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യേശു ഇപ്പോഴും നാം ധനം കൈകാര്യം ചെയ്യുന്നത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. 2, നാം ദൈവത്തിന് കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, കൊടുത്തതിന് ശേഷം എന്തുമാത്രം അവശേഷിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മെയും വിലയിരുത്തുന്നത്. 2 പ്രധാനപ്പെട്ട സംഗതി. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്, അതല്ല നമ്മുടെ വിഷയം. അപ്പം സമ്പത്തിനെ കുറിച്ച് നമ്മുടെ ദൈവമക്കൾ, പാസ്റ്റർമാരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും എല്ലാവരും നമ്മളുടെ ധനത്തെക്കുറിച്ച് ഉള്ളതായ ദൈവികമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ ഒരു മാതൃകയ്ക്കുള്ള ഒരു സഭയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ മഹാസമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അപ്പോൾ പരിശോധനയാണെങ്കിലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഔദാര്യമായിട്ട് കർത്താവിനോട് കൊടുക്കാനായിട്ട് സാധിക്കും. മുമ്പേ കർത്താവ് ഈ വിധവയ്ക്ക് അളക്കുന്നതിന് അടിസ്ഥാനത്തിലാണ് കർത്താവ് നമ്മളെ അളക്കുന്നത്. അതിന്റെ 12ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒരുത്തിന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തി ഇല്ലാത്തതുപോലെയല്ല, പ്രാപ്തി ഉള്ളതുപോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. എനിക്ക് കൊടുക്കാനുള്ള പ്രാപ്തി ഇല്ല എന്ന് പറയുന്നത് വെറും കള്ളത്തരമാണ്. കർത്താവിന് വേണ്ടി കൊടുക്കാനായിട്ട് പ്രാപ്തി ഇല്ലാത്തവരെങ്ങനെ പോയി ഗ്രോസറി സ്റ്റോറിൽ പോയി വാങ്ങിക്കുന്നത്? അല്ലെങ്കിൽ അസുഖമാകുന്ന സന്ദർഭത്തിൽ ഹോസ്പിറ്റലിൽ പോകുന്നത് എങ്ങനെയാ? അത് അന്നേരം പെട്ടെന്ന് എങ്ങനെ പ്രാപ്തി ഉണ്ടാകുന്നത്? ഒരുപാട് ആളുകൾ, ദൈവമക്കളായുള്ള ആളുകൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ ഇത് ദൈവം എന്നെ ടെസ്റ്റ് ചെയ്ത സംഗതിയാണ്. ഒരു 80കളിൽ ഞാൻ പുതുതായിട്ട് വാങ്ങിച്ച ഒരു കാറുണ്ട്. അതായത് 40,000-45,000 മൈലേ അന്ന് ഓടിയിട്ടുള്ളൂ. ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പോകുന്നില്ല, ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു ഈ കാറിനാൽ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന കാര്യം പറഞ്ഞു. അന്ന് ഈ ഒരു കാറേ ഉള്ളൂ. പിന്നെ വൈഫ് ജോലിക്ക് പോകുന്ന വൈഫിൻ്റെ കാറും ഉണ്ട്. പുള്ളിക്കാരത്തെ പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിക്കുക, അതല്ല എന്ത് ചെയ്യാനാ? ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ സഹോദരനെ വിളിച്ച് പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒക്കെ പറഞ്ഞു നിങ്ങൾക്ക് ഈ കാറ് തരണമെന്ന്. അയാൾ കുറച്ച് നേരത്തേക്ക് ഈ അരമണിക്കൂർ സ്വർഗത്തിൽ മൗനത ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഇത് കേട്ട വേളയിൽ പുള്ളിക്കാരൻ്റെ ഷോക്കായി പോയി. 1-2 മിനിറ്റ് നേരം വിളിച്ച് ഞാൻ പറഞ്ഞു, അവിടെ ഉണ്ടോ ഫോൺ, അങ്ങനെയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അച്ഛാ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു, ഇന്നത്തെ സമയത്ത് വന്ന് ആ കാർ എൻ്റെ രജിസ്ട്രേഷൻ മാറി. ഞാൻ പറഞ്ഞ കർത്താവിന് വേണ്ടി കൊടുക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാറുകളും മറ്റുള്ളവർ കൊടുക്കണമെന്നല്ല പറഞ്ഞേക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണെങ്കിൽ ചെയ്യാനായിട്ട് മടിക്കരുത്. നമ്മൾക്ക് ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടി അങ്ങനെയാണ്. എൻ്റേതായിട്ടുള്ളതെല്ലാം കർത്താവിനുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്ക് കർത്താവിനോട് പറയുന്നത്, കർത്താവെ ഇന്നത് അവിടുത്തെ കൂട്ടവകാശിയാണ് ഞാൻ, ഇന്ന കാര്യത്തിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീക്കുപോക്കുണ്ടാകും. അപ്പോൾ നമ്മുടെ സഭകളിലാണെങ്കിൽ തന്നെയും നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു ലോഭിക്കരുത്. ഞാൻ ചില വാക്കുകൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ എനിക്കാവും. ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ വെച്ച് ഞാൻ പോസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അടുത്ത ആഴ്ച മുതൽ പുതിയ ഒരു സബ് പോയിന്റാണ് വ്യക്തിപരമായുള്ള സുവിശേഷീകരണം എന്താണ് എന്ന് വരുന്ന ആഴ്ച സംസാരിക്കും. അത് പുതിയ നിയമത്തിലെ മാതൃക എന്താണ് നമ്മൾ സംസാരിക്കും. ഇത് കുറച്ചുകൂടെ ഇവാഞ്ചലിസത്തെ കുറിച്ചുള്ളതായ ഒരു ക്ലാസ് ആണ്. ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിന്ന് പറഞ്ഞുവെങ്കിൽ തന്നെയും ഇത് രണ്ടും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യമാണ്.
ഇത് പഠിക്കുന്നതായ ദൈവമക്കൾക്ക് ഞാൻ പഠിക്കുന്നതായ വിഷയത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴെനിക്ക് മറുപടി പറയുന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ വരുന്ന സന്ദർഭത്തിൽ ഇതിന് അല്പം കൂടി ചിന്തിച്ചിട്ട് മറുപടി പറയാം. ഞാൻ ഇവിടെ വെച്ച് ക്ലാസ് ഇപ്പോഴവസാനിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ഇന്ന് രാത്രിയിലും ശക്തീകരിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. എത്രത്തോളം അനുഗ്രഹമായ രീതിയിൽ കർത്താവ് നമ്മളെ നടത്തുന്നുവല്ലോ. നിങ്ങൾ വീണ്ടും നമ്മുടെ ജോയിൻ ചെയ്യാത്തവരെയൊക്കെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യണം. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ നമുക്ക് പിരിയാം. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോയ് കൊട്ടി പ്രാർത്ഥിക്കുകയും പാസ്റ്റർ ഷാജി കെ ഡാനിയെ ആശീർവാദം പറയുകയും ചെയ്യും. കർത്താവെ, നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സ്നേഹവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ കർത്താവിന്റെ അടുക്കലേക്ക് അടുത്തു വന്ന് വിവിധയിടങ്ങളായിരുന്നു കൊണ്ട് കർത്താവിന്റെ വചനം ശ്രദ്ധിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങളെ നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ സമയം വചനം പഠിപ്പിച്ച കർത്താവിന്റെ ബലപ്പെട്ട ദാസനെ ഒരു പ്രാവശ്യം കൂടെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിനെ പഠിപ്പിക്കാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ദൈവം ദാനമായി പകർന്നോർത്ത് നന്ദിയോടെ സ്തോത്രം. ഇനിയും അധികമായി കർത്താവെ ദാസനെ ബലപ്പെടുത്തി കൊള്ളുമാറാകണമേ. ആയുസോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, അതേ ശക്തിയോടെ കർത്താവ് നിർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദാസന്റെ ശുശ്രൂഷകൾ കൂടെ ഇരിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് പ്രയോജനപ്പെടുവാനിടയാക്കണം. ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ കർത്താവെ ദൈവത്തിന്റെ വചനം പഠിക്കുന്ന എല്ലാവർക്കും നിന്റെ ദാസന്റെ ക്ലാസ് അനുഗ്രഹമായിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സൂമിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പേരുവരായി പ്രാർത്ഥിക്കുന്നു. വിവിധ നിലയിൽ ഭാരപ്പെടുന്നവരുണ്ട്, രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്, വിവിധ ആവശ്യങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവെ, വചനത്തിന്റെ ശക്തിയാൽ എല്ലാവരും ആശ്വാസം പ്രാപിപ്പാനിടയാക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അഗാപ്പെ കോളേജിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മുൻനിരയിൽ നിന്ന് അധ്വാനിക്കുന്ന കർത്താവെ ഷാജി ഭാഷയ്ക്ക് വേണ്ടിയും ലാലു ഭാഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിന്റെ വിലപ്പെട്ട ദാസന്മാരെ പിന്നെ ഉപയോഗിക്കണമേ. ആവശ്യമായ ദൈവകൃപയാൽ പിന്നെ നിറയ്ക്കണമേ. ഈ കോളേജ് കർത്താവെ ഓരോ ദിവസവും ശക്തിയോടെ മുന്നോട്ട് പോകാനും ധാരാളം ജീവിതങ്ങൾ കർത്താവിന്റെ വചനം പഠിപ്പാനും അവിടുത്തെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നത് കാണുവാനും ദൈവം വഴിയാക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓരോ നിലയിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വചനം പഠിപ്പിക്കുന്ന കർത്തദാസന്മാരെ എല്ലാവരെയും പ്രത്യേകം ഏൽപ്പിക്കുന്നു. എല്ലാവരോടും കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം കർത്താവ് ദാനമായി നൽകിയല്ലോ, എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ. അവിടുത്തെ ആശീർവാദം ഞങ്ങളുടെ മേൽ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും വീണ്ടും കാണുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. എന്നെ കാണുന്നില്ല എന്ന് പലര് ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞു. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ US സമയം മാറിയത് കൊണ്ട് രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ എല്ലാ ദിവസവും ഞങ്ങൾ തിരക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കയറുന്നുണ്ടോ, വരുന്നുണ്ടോ എന്നൊക്കെ. ഇന്ന് പകൽക്കാലം കർത്താവിന് വചനം പഠിപ്പിച്ച ദേവദാസിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ ആധികാരികമായി പ്രാക്ടിക്കലായി നമ്മുടെ ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോർജ് വർഗീസിലുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. അദ്ദേഹം ഞങ്ങളുടെ സഭയിലെ പാസ്റ്ററോടാണ്. അതുകൊണ്ട് ഞങ്ങളൊന്നും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാജുവേഷൻ അടുത്ത് വരുന്നു. അടുത്ത വർഷം ഏപ്രിലാണ് നമ്മൾ പത്തനംതിട്ട നമ്മുടെ അഗാപ്പെ സെന്ററിൽ വെച്ച് ഗ്രാജുവേഷൻ ക്രമീകരിക്കുന്നുണ്ട്. അതിന് എല്ലാവരും കടന്നു വരണം. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ അവിടെ വന്ന് പഠിക്കുവാൻ അടുത്ത വർഷം നമ്മൾ ജൂൺ 1 നമ്മുടെ അവിടുത്തെ ഇൻഹൗസ് ക്ലാസ് ആരംഭിക്കും. നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും 3 വർഷം തിയോളജി അവിടെ നിന്ന് പഠിക്കത്തക്കോണം ആരെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളോ നിങ്ങളുടെ ബന്ധുക്കാരോ ചാർച്ചക്കാരോ ഉണ്ടെങ്കിൽ ഇപ്പോഴേ അഡ്മിഷൻ സെക്യൂർ ചെയ്യുവാൻ ഞങ്ങൾ അഡ്മിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന, ഓൺലൈൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ദൈവമക്കളുടെ ഫ്രണ്ട്സോ ഫാമിലീസോ മക്കളോ നിങ്ങളുടെ സഹപാഠികളോ സഹോദരങ്ങളോ ഉണ്ടെങ്കിൽ അവർക്കാണ് ആദ്യ പ്രിഫറൻസ്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നും ഒക്കെ ആൾക്കാരെ എടുക്കത്തുള്ളൂ.
അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്നെയോ പാസ്റ്റർ ലാലുവിനെയോ അറിയിക്കുക. അവരുടെ അഡ്മിഷൻ നമ്മൾ ക്രമീകരിക്കും. അവിടെ നിന്ന് പഠിക്കണം. 3 വർഷം ബാച്ചിലേഴ്സ് ഇൻ തിയോളജി, അക്രഡിറ്റഡ് ബൈബിൾ കോളേജാണ്. നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ നേരുകയും ദൈവ മക്കളായി തീരുവാൻ നമ്മൾ എല്ലാവരെയും എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആക്കാതെ ചിലർക്ക് ദൈവവേല പഠിച്ച് സുവിശേഷകരാകുവാൻ നമ്മൾ ശ്രമിക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്കും അത് നല്ലതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റ് സെക്കുലർ പഠനം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. സെക്കുലർ പഠിക്കുന്നതോടൊപ്പം തന്നെ ബൈബിൾ കോളേജിൽ പഠിച്ച് ദൈവവേല ചെയ്യുവാൻ നമ്മൾ ഉത്സാഹിപ്പിക്കണം. കടന്നു എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം നമുക്ക് ആശീർവാദത്തോടെ കടന്നു പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരുടെ കൂടെയും പ്രധാനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോട് കൂടെയും പഠിച്ച എല്ലാ ദൈവമക്കളോടുകൂടെയും ഇന്നു മുതൽ എന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തു യേശുവിലൂടെ നമുക്ക് ജയം തന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. God bless you. Have a blessed night. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.